സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്ന് പ്രതിപക്ഷം പങ്കെടുത്തിരുന്നില്ല എന്നോർക്കണം. അന്ന് മുതൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം വരെ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. വികസന പ്രവർത്തനങ്ങൾ തടയുക എന്ന സിംഗിൾ അജണ്ട വെച്ചാണ് പ്രതിപക്ഷം പോയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. പ്രതിപക്ഷം നടത്തിയ സമരങ്ങൾ മാത്രം നോക്കിയാൽ മതി. നവകേരള യാത്ര, മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന വലിയൊരു പരിപാടി, ആ പരിപാടിയെയും തടയുന്നതിന് വേണ്ടി ശ്രമിച്ചില്ലേ പ്രതിപക്ഷം എന്ന ചോദ്യം ഭരണപക്ഷം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അങ്ങനെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയൻ എടുത്ത നിലപാടുണ്ട് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ. അന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പിണറായി വിജയൻ പറഞ്ഞു 45 മീറ്ററിൽ തന്നെ ദേശീയപാത നടപ്പാക്കണമെന്ന്. CPIM പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന്. സാധാരണ സർവകക്ഷി യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കാറില്ല. എന്നാൽ ദേശീയപാത ചർച്ച ചെയ്യുന്ന സർവകക്ഷി യോഗത്തിൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. യോഗത്തിൽ പങ്കെടുത്ത് പാർട്ടിയുടെ നിലപാട് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം ആ ദേശീയപാത നടപ്പാക്കി എന്നത് മറ്റൊരു കാര്യം. അതുപോലെ ഒരു നിലപാട് പ്രതിപക്ഷം കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ചിരുന്നോ എന്ന് UDFന് ഇപ്പോൾ ആത്മപരിശോധന നടത്താം. ഇപ്പോഴിതാ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കയറി വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന സന്ദേശം നിങ്ങളുടേതല്ല, ഞങ്ങളുടെ നിലപാട് എന്നാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കും എന്നാണ്. കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ സമരം നടത്താൻ പോയപ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. അന്ന് പ്രതിപക്ഷ നേതാവ് മുഖം തിരിഞ്ഞ് നിന്നു, സമരത്തിൽ പങ്കെടുത്തില്ല. CPIMമായി ചേർന്ന് യാതൊരു സമരത്തിനും ഞങ്ങളില്ല എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവായ VD സതീശനും UDF നേതാക്കളും. എന്നാൽ അതേസമയം കേരളത്തിൽ നിന്നുള്ള MP-മാരോ അവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനെ കാണാൻ, മന്ത്രിമാരെ കാണാൻ, അവരെ കണ്ട് കേരളത്തിന് കിട്ടേണ്ട വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി അത് MP-മാരുടെ ഉത്തരവാദിത്വമാണ്. കേരളത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് കേരളത്തിൽ നിന്ന് അയച്ച MP-മാർ ദില്ലിയിൽ ചെയ്യേണ്ടത്. എന്നാൽ കേരളത്തിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം ഒരു സഹായവും നൽകാൻ തയ്യാറായിരുന്നില്ല. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസിൻ്റെ UDFൻ്റെ MP-മാർ എന്നതും നമ്മുടെ മുന്നിലുണ്ട്. ഒരു വികസന പദ്ധതി നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രിമാരെ കാണുന്ന കാഴ്ചയെ നാം കേരളത്തിൽ കണ്ടു. ചിലപ്പോൾ വികസന പദ്ധതിയിൽ പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ ആ പദ്ധതിയെ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് സമരം ചെയ്യുക, പദ്ധതിക്കെതിരെ കേന്ദ്രമന്ത്രിമാരെ കാണുക, പ്രധാനമന്ത്രിയെ കാണുക, അതും നാം കണ്ടതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴിയുള്ള റോഡ്, ആ റോഡിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര ഫണ്ട് നൽകരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച MP-മാർ വരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന്. കത്തടക്കം പുറത്തു വന്നത് നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം കാണിച്ചത് എന്നത് അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി. തീരദേശപാത, വയനാട്ടിലേക്കുള്ള തുരങ്കപാത, മലയോര ഹൈവേ, എന്തിനാണ് ഇതൊക്കെ? K-ഫോൺ, എന്തിനാണ് K-ഫോൺ സർക്കാർ ചെയ്യുന്നത്? അതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളില്ലേ എന്നൊക്കെ പറഞ്ഞത് നാം കണ്ടതാണ്. ഇന്ന് കേരളത്തിലെ ആദിവാസി ഉന്നതികളിൽ വരെ K-ഫോൺ വഴി ഇൻ്റർനെറ്റ് എത്തി എന്നത് ചെറിയ കാര്യമല്ല. അത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഉന്നതികളിൽ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. എന്നാൽ ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതോടെ കണ്ടത്. പങ്കെടുക്കുക മാത്രമല്ല, എല്ലാ വിഭാഗം നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും അവരുടെ അഭിവാദ്യം ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം,
തൃക്കാക്കര MLA ഉമാ തോമസ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി സംസാരിക്കുന്നതാണ്. വേദിയിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത് ഉമാ തോമസ് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ സന്ദർശിക്കുകയും ചികിത്സക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി. അത് ഓർത്തെടുത്താണ് നേരിട്ട് പോയി കണ്ട് സംസാരിച്ച ഉമാ തോമസ്. ആ സ്നേഹപ്രകടനത്തിൽ തന്നെയുണ്ട് ഉമാ തോമസിന് പിണറായി വിജയനോടുള്ള അടുപ്പം. കൃത്യമായ സന്ദേശമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അങ്ങനെ ഇടതുപക്ഷ നേതാക്കൾ കൂടി പങ്കെടുത്തു എന്നോർക്കണം. ഒരിക്കലും UDFിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തീരുമാനമാണ് അല്ലെങ്കിൽ നീക്കമാണ് LDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് ചെറിയ കാര്യമല്ല. സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് ഇടതുപക്ഷം എന്ന ഉറച്ച സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. UDFിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ നിലപാടാണ് LDF സ്വീകരിക്കുന്നത് എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല.